ദൈവങ്ങൾ ഒരുമ്പിട്ടിറങ്ങിയാൽ എന്ന് തുടങ്ങുന്ന ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ നടിമാർ നടത്തിയ വെളിപ്പെടുത്തലിൽപ്പെട്ട് വിറയ്ക്കുകയാണ് മലയാള സിനിമാ ലോകം. തങ്ങൾക്ക് നേരെ വരുന്ന കൂരമ്പുകൾ തടയാനാകാതെ വിഷമവൃത്തത്തിലാണ് പിണറായി സർക്കാർ. സംവിധായകൻ രഞ്ജിത്തിന്റെ വാക്കും പ്രവൃത്തിയും പലതവണ വിവാദത്തിലായപ്പോഴൊക്കെ മാന്യൻ സർട്ടിഫിക്കറ്റ് നൽകി എക്കാലവും സംരക്ഷണ കവചമൊരുക്കിയത് മന്ത്രി സജി ചെറിയാനായിരുന്നു. ചലച്ചിത്ര മേളകളിൽ തുടങ്ങി അവാർഡ് നിർണയങ്ങളിൽ വരെ ഇടപെടലുകളും വ്യക്തിപരമായ ആരോപണങ്ങളും പുറത്തുവിട്ടിട്ടും സർക്കാർ രഞ്ജിത്തിന് സംരക്ഷണം ഒരുക്കിപ്പോന്നു. എന്നാൽ ഇപ്പോൾ ബംഗാളി നടിയുടെ ലൈംഗിക ആരോപണത്തിൽ മന്ത്രിയുടെ രക്ഷാകവചം പിഴച്ചു. നിൽക്കക്കള്ളിയില്ലാതെ രഞ്ജിത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. കഴിഞ്ഞില്ല. അടുത്ത കുരിശും പിണറായി സർക്കാരിന് നേരെ വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമെയ്യുന്നതിനിടെയാണ് രണ്ട് മന്ത്രിമാർക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും സിനിമാക്കാരുടെ പവർ ഗ്രൂപ്പിലുണ്ടെന്ന് സംവിധായകൻ വിനയൻ ആരോപിച്ച മന്ത്രി ഗണേഷ് കുമാറും രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ഒപ്പം പീഡന ആരോപണം നേരിടുന്ന മുകേഷ് MLA രാജിക്കായും മുറവിളി കൂട്ടുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒതുങ്ങുമെന്ന് പ്രതീക്ഷിച്ച CPM-നെയും സർക്കാരിനെയും വെട്ടിലാക്കിയത് അനുബന്ധമായി ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങളാണ്. അപ്രതീക്ഷിതമായ വഴിത്തിരിവിൽ സിദ്ദിഖ് രാജിവെച്ചെങ്കിലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പാർട്ടി നേതൃത്വത്തിന് രഞ്ജിത്തിന്മേൽ നല്ലതുപോലെ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തെങ്കിലും കോടതി നിർദ്ദേശപ്രകാരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ രഞ്ജിത്തിന്റെ രാജി ആവശ്യം ഉയർന്നതോടെ പാർട്ടി സമ്മർദ്ദത്തിലായി. സംഭവത്തെക്കുറിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിരുന്നു. രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് AYF മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാട് സംശയ നിഴലിലാക്കരുതെന്ന ആവശ്യമാണ് CPI മുന്നോട്ട് വെച്ചത്. ഘടകകക്ഷിയിൽ നിന്നുള്ള സമ്മർദ്ദം കൂടിയായതോടെ രാജി ആവശ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിയെങ്കിലും തീരുമാനമെടുക്കാൻ രഞ്ജിത്തിന് അവസരം നൽകണമെന്ന് മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടതായിരുന്നു സൂചന. രഞ്ജിത്ത് രാജിവെച്ച ശേഷമാണ് അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ CPM-നെ ഈ പ്രതിരോധങ്ങളെല്ലാം കൈവിട്ട മട്ടാണ്. സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും രാജിയിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് കരുതരുതെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞു. വേട്ടക്കാരെ സംരക്ഷിക്കാൻ പരസ്യമായി ഇറങ്ങിയ സജി ചെറിയാൻ സർക്കാരിന് അപമാനമാണെന്നും മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെടുകയും പുറത്തുവിട്ട റിപ്പോർട്ടിൽ കൃത്രിമം കാട്ടുകയും വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇരകളെ തള്ളിപ്പറയുകയും ചെയ്ത സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം. സാംസ്കാരിക മന്ത്രി പരസ്യമായി രംഗത്തിറങ്ങി വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് തന്നെ അപമാനമാണെന്നും സതീശൻ പറയുന്നു. നിയമപരവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്വം നിറവേറ്റാതെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാന് ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് BJP നേതാവായ V മുരളീധരൻ പറയുന്നത്. സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുന്നത് പോലെ ശക്തമായ രാജി ആവശ്യമാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും ഉയരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന സിനിമാ മേഖലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിലെ ഒരംഗം നിലവിൽ മന്ത്രിയാണെന്ന് തുറന്നടിച്ചത് സംവിധായകൻ വിനയനാണ്. അത് ഗണേഷ് കുമാറിനെതിരായ കൂരമ്പാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിൽ ലൈംഗിക ആരോപണങ്ങൾ ശക്തമായതോടെ വിഷയത്തിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങളോട് ഒന്നും പറയാനില്ലെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് സാംസ്കാരിക മന്ത്രിയാണെന്നും താൻ ഗതാഗത മന്ത്രിയാണെന്നുമാണ് ഗണേഷിന്റെ ന്യായീകരണം. പോരാനായിട്ട് ഒരു വിലാപവും. കഴിഞ്ഞ 23 വർഷമായി മാധ്യമങ്ങൾ എന്നെ വേട്ടയാടുകയാണ്. എന്നെ വിട്ടേക്കൂ. എന്നിൽ ഔഷധമൂല്യം ഒന്നുമില്ല. എന്റെ പിന്നാലെ നടക്കേണ്ട. ഈ വിഷയത്തിൽ നല്ലതും ചീത്തയുമായ അഭിപ്രായം പറയാനില്ല. അത് ശരിയല്ലെന്നായിരുന്നു ഗണേശിന്റെ ന്യായം. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും നിൽക്കില്ലെന്ന് ഉറപ്പാണ്. പരസ്യമായി ദിലീപിനെ ന്യായീകരിച്ച നടനായിരുന്നു ഗണേഷ് കുമാർ. ഗണേശിനെ മന്ത്രിസഭയിൽ നിർത്തിക്കൊണ്ട് സർക്കാരിന് സ്ത്രീപക്ഷ മുഖം രക്ഷിച്ചെടുക്കാനാകുമോ എന്നത് കീറാമുട്ടിയാണ്. ഇതിന് പിന്നാലെയാണ് കൂനിന്മേൽ കുരു എന്ന മട്ടിൽ കൊല്ലം MLA മുകേഷിനെതിരായ ലൈംഗിക ആരോപണം വരുന്നത്. മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നുമാണ് മിനു മുനീർ എന്ന നടിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ കണ്ടിട്ട് പോലുമില്ലെന്നാണ് മുകേഷ് MLA പ്രതികരണം. താൻ CPM MLA ആയതുകൊണ്ടാണത്രേ ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. 26 കൊല്ലം മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നത് ബാലിശമാണെന്നും മുകേഷ് പറയുന്നു. എന്തായാലും ആരോപണം തെറ്റെന്ന് തെളിയും വരെ മുകേഷ് സംശയ നിഴലിൽ തന്നെയാണ്. അങ്ങനെ അല്ലെന്ന് CPM-ന് പറയാനാകില്ല.
കാരണം ചരിത്രം അങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ സർക്കാർ അറച്ചു നിൽക്കുന്നതിന്റെ ന്യായീകരണമായി മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടിയത് ഉമ്മൻചാണ്ടിക്കെതിരായ കേസാണ്. ജസ്റ്റിസ് ജി ശിവരാജൻ കമ്മീഷന്റെ സോളാർ റിപ്പോർട്ടിന്മേൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഹൈക്കോടതി തടഞ്ഞില്ലേ എന്നാണ് കേസ് എടുക്കാതിരിക്കാൻ കാരണമായി മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഓഗസ്റ്റ് 23 ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്ന വിലയിരുത്തലാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കൂടി കണക്കിലെടുത്താണ് എന്തും കോടതി പറഞ്ഞാലേ ചെയ്യൂ എന്ന പ്രഖ്യാപനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. ഫലത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കളിച്ച കളി പാളി എന്ന കുറ്റസമ്മതം കൂടിയാണ് മന്ത്രി നടത്തിയത്. കേസിൽ പ്രതിയായ ഒരാൾ എഴുതിയെന്ന് പറയപ്പെടുന്ന കത്ത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമാണ് എന്നതിന്റെ പേരിൽ മുൻ മുഖ്യമന്ത്രിക്കെതിരെ പീഡന കേസ് ചുമത്തിയവരാണ് ചലച്ചിത്ര ലോകത്തെ വൻതോതിലുള്ള പീഡനങ്ങളും സമ്മർദ്ദവും പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്മേൽ അടയിരുന്നത്. പരാതി കിട്ടാതെ അന്വേഷിക്കാവുന്ന ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽപ്പെടുന്നവയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങളെന്നും അതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുന്നതാണെന്നും നിയമരംഗത്തുള്ളവർ പറഞ്ഞിരുന്നു. അവർക്ക് ലഭിക്കുന്ന തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. സ്ഫോടനാത്മകമായ ഈ റിപ്പോർട്ടിന്മേലാണ് പോലീസും ആഭ്യന്തര വകുപ്പും 4 വർഷത്തിലേറെയായി അനങ്ങാതിരുന്നത്. പരാതിക്കാർ ഇല്ലാത്തതിനാലും ജസ്റ്റിസ് ഹേമ തന്നെ പുറത്തു വിടരുതെന്ന് കത്ത് നൽകിയതുകൊണ്ടും തുടർ നടപടി ഉപേക്ഷിച്ചെന്ന ന്യായമാണ് നേതാക്കൾ പാർട്ടി യോഗത്തിൽ പറഞ്ഞത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. എന്നാൽ ഇവിടെ കോടതി പറഞ്ഞിട്ടാകുമ്പോൾ തങ്ങളുടെ തലയിലാകില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് സർക്കാർ നീങ്ങുന്നത്. ഇതിൽ CPM-ൽ തന്നെ 2 അഭിപ്രായമുണ്ട്. CPI പൂർണ്ണ വിയോജിപ്പിലുമാണ്. എന്തായാലും സിനിമയിലെ സ്ത്രീകൾ തങ്ങൾ നേരിട്ട അതിക്രമങ്ങൾ തുറന്നു പറയുന്ന ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് എത്ര വൻമരങ്ങൾ വീണുടയുമെന്ന് കണ്ടറിയാം.